Hello everyone, hope you all are doing good and great. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു അന്തം വിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? ഇത് രാവിലെ 5 മണിക്കെങ്ങാണ്ടാണ് കേട്ടോ. ആ നേരത്തെ എണീറ്റേൻ്റെ ഒരു ഇതാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ഞാൻ കിടക്കാനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേ പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ എണീക്കാനും ആയി. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ആക്ച്വലി നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല രാവിലെ തന്നെ ഇറങ്ങുന്നത്. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നമ്മളൊരു 6:30-7 മണിയൊക്കെ ആയിട്ടോ. പക്ഷെ എല്ലാവരും റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു പപ്പിക്കുട്ടി കണ്ടോ, ഇതെന്താണെന്നറിയോ? ഏതോ ഒരു പപ്പിക്കുട്ടിയാണ്. പക്ഷെ എപ്പോഴും ഒന്നെങ്കിൽ എൻ്റെ കാറിൻ്റെ അടിയിൽ നമ്മൾ ആ കാറ് നിർത്തിയിടണം, അവിടെ അതിൻ്റെ താഴെ ആയിരിക്കും ഇത് കിടന്നുറങ്ങുക. എന്നിട്ട് നമ്മളെ ബാക്കിൽ ഇങ്ങനെ നടക്കും. ഞാൻ ഈ ഒരു ഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ഇത് മറിച്ചിട്ട് പോകാൻ നിൽക്കിയേനി. ഇപ്പം എന്താ മറിച്ചിട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഈ ഷർട്ടാണെങ്കിലില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഈ ഒരു തടിയും ഈ ഒരു ഹൈറ്റും ആണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് എനിക്ക് ഉറപ്പാണ് ഒരു 5 years പ്ലസ് ആയിട്ടുണ്ടാവും ഞാൻ അത് മേടിച്ചിട്ട്. ഇപ്പോഴും എനിക്ക് ആ സെയിം ഫിറ്റിൽ പാകാവും. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നാരങ്ങാളി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, കൂളിമാട് എവിടെയോ, വയനാട് പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മച്ചി കുറേ കാലമായി അവിടുന്ന് കഴിക്കണം പറയുന്നു. പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ ഷോട്ട് ഞാൻ ഇവിടെ ഇടാൻ കാരണം, എനിക്ക് ഈ ഒരു ഇത് ലിപ്റ്റിൻ്റെ ഓയിലാണ് കേട്ടോ, സാമിൻ്റെ. എന്ത് രസമാണ്, ഭയങ്കര അടിപൊളി സാധനം. നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും നമുക്ക്. അപ്പോൾ അത് ആ പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. ഈ വീഡിയോ ആഡ് ചെയ്യണമെന്ന് കരുതിയെടുത്തതല്ലായിരുന്നു. പക്ഷേ ഇഫ് യു ആർ സമൺ ഹു ലവ് കുറച്ച് ഗ്ലോസി, കുറച്ച് നാച്ചുറൽ ലിപ്സ് പോലെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. എൻ്റെ ആദ്യം അവിടെ താഴെ ബുള്ളറ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട്, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും. പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യാം. വയനാട് കൂടെയാണ് നമ്മൾ പോണത്. സോ ചുരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി വെയിൽ വന്ന് തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കാറിൽ സൺസ്ക്രീൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ടിട്ടു. അപ്പോഴത്തേന് ആദ്യമൊക്കെ ഉറങ്ങിയിട്ടായിരുന്നു. കൂടെ ഉള്ളത് എൻ്റെ അമ്മായിൻ്റെ മോളാണ്. ഓൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓളം കൂടി കൂട്ടിയിട്ടാണ് പോയത്. ആൻഡ് മുത്തങ്ങ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കാർ ഓടിച്ചത് ഉമ്മച്ചിയാണ്. മുത്തങ്ങ വഴി പോയി. സാധാരണ ഞാൻ മുത്തങ്ങ വഴി പോകുമ്പം കുറേ ആനിമൽസിനൊന്നും കാണില്ല. പക്ഷേ ഇന്ന് ഫസ്റ്റ് തന്നെ 2 ആനനെ കണ്ടേ. അപ്പോൾ ലൈക്ക് 2 ആന. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 ആനനെ പിന്നെയും കണ്ട്. പിന്നെ ഒരു മൊത്തം ഒരു ഐ തിങ്ക് ഒരു 8-9 ആനനെ കണ്ടോടോ. ആ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ആനനെ കാണുന്നത്. അല്ലെങ്കിൽ മാക്സിമം ഒരു ആനനൊക്കെ കണ്ടു. പക്ഷെ ഇപ്രാവശ്യം കുറേ കണ്ടു. മുത്തങ്ങ കഴിഞ്ഞ് നേരെ ഗുണ്ടൽപേട്ട എത്തിയപ്പോൾ ഞാൻ കുറേ ഫ്ലവേഴ്സ് കണ്ടു. ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ മൈസൂർ പോയപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒരു തോട്ടത്തിൽ ഇറങ്ങിയില്ല, സൺഫ്ലവറിൻ്റെ. ഇതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇതാണ് ആക്ച്വലി നമ്മൾ റീൽസിൽ കാണുന്ന ആ ഒരു മല്ലികത്തോട്ടവും പിന്നെ സൺഫ്ലവർ കുറേ ഉണ്ട്. എന്ത് രസമാണെന്നറിയോ? എനിക്കത് എന്തിനാ അപ്പം ഞാൻ അവിടെ ഇറങ്ങണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങാൻ പൂതിയായിട്ട്. അത്രയും രസമാണ് മല്ലികത്തോട്ടം. അമ്മീ അത്രയും ആൾക്കാരും അത്രയും കുറേ പോകും. വലിയ സ്ഥലത്തിൻ്റെ നടുക്കൊരു മരമൊക്കെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മറ്റേത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ സൺഫ്ലവർ നമ്മൾ അതേ ഹൈറ്റിലാകുമ്പം കുറച്ചുകൂടെ നമുക്ക് നല്ല ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്നിനും ഒരുങ്ങി പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം പിക്ചേഴ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആകെ ഒരു ഷർട്ടും ജീനൊക്കെ അല്ലേ ഇട്ടിരിക്കണം. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ടേക്കിംഗ് ഫോട്ടോസ് റൈറ്റ്. നമുക്കത് കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് ഫ്ലവേഴ്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു സന്തോഷവും സമാധാനവും ഒരു ഭയങ്കര എൻജോയിങ് ആണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഉപ്പച്ചിയോരൊക്കെ, ഇത് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ, ഉപ്പച്ചിയോരൊക്കെ ഗുണ്ടൽപേട്ടൻ്റെ പള്ളിയിലും പോയി. ഓരോ പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗുണ്ടൽപേട്ടൻ്റെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ആക്ച്വലി ബാംഗ്ലൂർ കുറേ ഉണ്ട്, രേവൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പോവാം, ഫുഡ് അത്യാവശ്യം മോശമാവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരെയും പിടിച്ചിട്ട് അവിടെ കയറി. കാരണം ബാക്കി എല്ലായിടത്തും നമ്മൾ കേരളം വിട്ടാൽ എല്ലായിടത്തും നല്ല വിശ്വസിച്ച് നല്ല ഫുഡ് കിട്ടൂലല്ലോ. ഇപ്പച്ചിയും ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പച്ചി ബിരിയാണി ഓർഡർ ചെയ്തു. ഞാനും ഉമ്മച്ചിയും ഫ്രൈഡ് റൈസ്, ആദ്യം ഒരു ക്വാർട്ടർ മന്തി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് ഷായി തുക്കടും കൂടെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് മൈസൂർക്കാണ്. മോൾ ഓഫ് മൈസൂരിലാണ് പിന്നെ വണ്ടി നിർത്തിയത്. അവിടുന്ന് അവിടുത്തെ ട്രെൻഡ്സിൽ നിന്ന് ഞാനൊരു സ്വെറ്റർ പോലത്തെ ഒരു സാധനം എടുത്തു. അതെനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മോൾ ഓഫ് മൈസൂരിൽ നിർത്താനുള്ള മെയിൻ കാരണം ചാർജിങ് തന്നെയായിരുന്നു. കേരളം അങ്ങോട്ട് വിട്ടപ്പം പിന്നെ നല്ല ചാർജിങ് സെഷൻസ് എവിടെയും കണ്ടില്ല. പിന്നെ കണ്ടത് മോൾ ഓഫ് മൈസൂരിലാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് മോളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നേരെ ഉള്ളത് മൈസൂർ ഹൈവേ ആണല്ലോ. മൈസൂർ ഹൈവേ അങ്ങോട്ട് കയറിയപ്പം എനിക്ക് അങ്ങോട്ട് നൊസ്റ്റ് അടിക്കാൻ തുടങ്ങിയ സംഭവം. കുറേ കൊല്ലം മുന്നൊന്നും ഇല്ലെങ്കിലും 2022 സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ഞാൻ ബാംഗ്ലൂർ പോയത്. അപ്പോൾ ഇങ്ങനെ
എന്താ പറയുക, അപ്പോൾ നമുക്ക് എന്നും ബസ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി വൺസൊക്കെ പോകില്ല. അപ്പോൾ എപ്പോഴും ഈ ഹൈവേ കാണുമ്പോഴാണ് എനിക്ക് ബാംഗ്ലൂർ എത്താനായല്ലോ എന്നുള്ളൊരു ഫീൽ കിട്ടും കേട്ടോ. ഈ ഹൈവേ അങ്ങോട്ട് കഴിയുന്നതോട് കൂടി നമ്മൾ ബാംഗ്ലൂർക്ക് ആ തിരക്കാണ് നമ്മളെത്തുക. അപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നേ. സത്യം പറഞ്ഞാലില്ലേ, ബാംഗ്ലൂർ നിന്ന കാലത്ത് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. വീക്കിലിയൊക്കെ ഞാൻ അത്രയും ദൂരം ബസ്സിലും ഫ്ലൈറ്റിലൊക്കെ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരാനേ നോക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങോട്ട് ബാംഗ്ലൂർക്ക് ഞാൻ തോന്നുന്നു ഞാൻ അന്ന് എൻ്റെ കോൺവക്കേഷന് പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ബാംഗ്ലൂർ പോണത്. ഐ ഡോണ്ട് നോ ദ ഫീലിംഗ്. ഭയങ്കര ഒരു ഹെവി ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ടൈം കൊണ്ട് ആദ്യം വണ്ടിയിലിരുന്ന് എസോസ് കളിക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് രേവയിൽ തന്നെ PG ചെയ്യാനും ഇനി അവിടെ പോയി സ്റ്റേ ചെയ്യാനൊക്കെ. ബട്ട് എനിക്ക് ആ കോഴ്സ് തന്നെ എടുക്കണം എന്നില്ല. പക്ഷെ വേറെ കോഴ്സിൻ്റെ ഓപ്ഷൻസ് അധികം രേവയിലില്ല എൻ്റെ PG കിട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രേവയിൽ പോകാനൊക്കെ. ഇനിയും ടൗണിലെത്തിയപ്പോൾ തന്നെ നമ്മളെ പരിപാടികൾ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ട് അറൗണ്ട്. അങ്ങനെ നേരെ പോയത് ഐക്കിയക്കാണ്. സോ ഐക്കിയ ഐ തിങ്ക് നമുക്ക് അടുത്തുള്ളത് ഹൈദരാബാദ് പിന്നെ ബാംഗ്ലൂരാണ് ഏറ്റവും അടുത്തുള്ളത്. ഞാൻ ഐക്കിയക്ക് 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഐക്കിയ പോകാൻ. ഇപ്പോൾ ഇങ്ങളും കുറേ പേര് ഐക്കിയ പോയിട്ടുണ്ടാക്കാം. UAE കൺട്രീസിലൊക്കെ കുറേ ഐക്കിയ ഉണ്ട്. അല്ല UAE കൺട്രീസ് എന്നൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ. പക്ഷേ ഇഫ് യു ആർ സമ്മൺ ഹൂ ഈസ് ഇൻ ടു ഇങ്ങനെ ഹോം അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഐക്കിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും. കുറേ നടക്കാനുണ്ട് ഐക്കിയൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒരു തരി പോലും ഐക്കിയൻ്റെ ഉള്ളിൽ ബോറടിക്കില്ല. ഞാൻ എപ്പോഴും ഐക്കിയൻ്റെ ഉള്ളിൽ കയറിയാലില്ലേ അവിടെ നിന്ന് എപ്പോഴും കുറേ സാധനമൊന്നും വാങ്ങൂല കേട്ടോ. പക്ഷെ അതൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും. ഇങ്ങനെ ചെയ്യാമല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു കിച്ചണിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഐഡിയാസൊക്കെ കിട്ടുക ഭയങ്കര രസമാണ്. ഇത് പിന്നെ ഞാൻ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നതാണ്. എത്ര നേരം ട്രാവൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ. പിന്നെ ഈ ഒരു ഫ്ലാസ്കൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മച്ചിൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഐക്കിയത്തെ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കി. ഞാൻ കാണുന്ന ഷോർട്സ് തന്നെ നിങ്ങൾ ഐക്കിയൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഐക്കിയയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നല്ല രസമാണ് കേട്ടോ അവിടെ. ഈ റൂംസൊക്കെ സെറ്റ് ചെയ്ത് കണ്ട നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്സ് റൂംസ് ഞാൻ ഇനി മനസ്സിൽ വിചാരിക്കും എനിക്ക് ഭാവിയിൽ ഒരു മോൾ ഉണ്ടാവില്ല കുട്ടിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വാക്ക് ഇൻ വാർഡ്രോബ് സ്റ്റൈലാണ്. ഒരു റൂം നമ്മളെ വാർഡ്രോബും സാധനങ്ങളും എനിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതും ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചു. നമ്മൾ വാങ്ങിയത് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സാധനം ഉണ്ടല്ലോ എന്നുള്ളത്. അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ വേറൊരു കസിന് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നെ ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഐക്കിയക്ക് ഡെലിവറി ഇല്ല. ബാംഗ്ലൂർക്ക് ഡെലിവറി ഉണ്ടായിരിക്കും, പക്ഷേ കേരളത്തേക്കൊന്നും അവർക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ ഓക്കുള്ള സാധനങ്ങളാണ് ഈ ഗ്രീൻ തീമിലുള്ളതൊക്കെ ഓളതാണ്. ഞാൻ മേടിച്ചത് വേറെ കുറച്ച് സാധനമാണ്. അപ്പോൾ ഞാനായി അവിടുന്ന് ഒരു പിങ്ക് ക്യൂട്ട് പിൻട്രസ്റ്റ് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് അടിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബെഡിൻ്റെ സൈസല്ല, സൈസ് മാറ്റണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ ലൈക്ക് 10 മണിക്ക് ഐക്കിയ ക്ലോസ് ചെയ്യും. നമ്മൾ കയറിയത് 8 മണിക്കാണ്. അപ്പോൾ തിരിച്ച് ഓടി എക്സ്ചേഞ്ചിൻ്റെ അവിടെ നിന്ന് ഓടി. ഇതായിരുന്നു ഞാൻ എടുത്ത ബെഡ്ഷീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് സങ്കടമായി ഇതിൻ്റെ സൈസല്ല എന്ന് പറഞ്ഞപ്പം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ സെയിം സാധനം തന്നെ വലിയ സൈസിലുണ്ടോ പോയോക്കി. പക്ഷെ അത് ചിൽഡ്രൻസിന് മാത്രമായിരുന്നു. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് വേറെ സാധനം എടുത്ത് പോന്നു. പൈതപ്പോൾ ബാംഗ്ലൂർക്ക് എന്തിനാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. കാക്കാനെ കൊണ്ടുവരാൻ. എൻ്റെ എൽഡർ ബ്രദർ UK വരുന്നുണ്ട്. ഓനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെട്ടി ബാംഗ്ലൂർക്ക് പോയത്. അത് ഞാൻ പറയാൻ മറന്നു. ശരി. ഓന് ലാൻഡ് ചെയ്യുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലാണ് ഓൻ ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓനെടുക്കുന്ന ടൈം വരെ 12 മണി 1 മണിയൊക്കെ ആയി നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പം. പിന്നെ കുറച്ച് നേരം കാറിൽ റെസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ഓനെത്തി. Omega Babu. Hello guys. Omega Babu has arrived. ഞാനിട്ട് ഓഡിയോയും വീഡിയോയും കണ്ടോ ഇന്നെ കൊല്ലും. അങ്ങനെ ഓനെത്തി. അപ്പോൾ എല്ലാവരും കാറ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് എല്ലാവരും എണീറ്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഐക്കിയെന്ന് സാധനം വാങ്ങിക്കൊണ്ടില്ലേ, ഇവൻ്റെ ട്രോളി വെക്കാൻ അതിനുള്ള സ്ഥലമില്ല. ഇത് പിന്നെ ഓന് ഡ്യൂട്ടി ഫ്രീ നിന്ന് ഇവിടുന്ന് ഒരു കുക്കി വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകുതി കുക്കിയും ഓൻ തന്നെ വരുമ്പോൾ തിന്ന് തീർത്തു. ഇതിൽ ഞങ്ങൾക്ക് തിന്നാൻ കുറച്ചുള്ളായിരുന്നു. ഒരു സാൾട്ടഡ് ബട്ടർ കാരമൽ കുക്കീസ്. പക്ഷെ നല്ല രസമുണ്ട്. അതിൻ്റെ കുപ്പി കാണാൻ അതിലേറെ രസമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുക്കീസ് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിട്ട് വെച്ചാൽ ടിന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്ട്രേറ്റ് അവിടുന്ന് പിന്നെ എവിടെ നിർത്താണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബാംഗ്ലൂർ നിർത്തി. കുറച്ച് നേരം നെക്സയിൽ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് വീട്ടിൽ പോവാണ്. പിന്നെ ഫുൾ ഡ്രൈവ് ചെയ്ത് കാക്കന്നെയാണ്. പിന്നെ പോയത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ആണ്. അതുകൊണ്ട് നമ്മൾ കുറേ മാനൊക്കെ കണ്ടു. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഗുണ്ടൽപേട്ടിൽ നിന്ന് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.